നമ്മുടെ ഓറഞ്ച് ഒക്കെ ഓൾമോസ്റ്റ് തീരാറായി വരുന്നുണ്ട്. അപ്പം വിചാരിച്ച ഒരു ഓറഞ്ച് ജാം ഉണ്ടാക്കിയാലോ. ഹലോ എവ്രിവൺ, എന്നാണ്ട് വിശേഷങ്ങൾ? ഇന്നുണ്ടല്ലോ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ, കുക്കിംഗ് വീഡിയോ. നമ്മുടെ ഓറഞ്ച് ഒക്കെ ഓൾമോസ്റ്റ് തീരാറായി വരുന്നുണ്ട്. അപ്പം വിചാരിച്ച ഒരു ഓറഞ്ച് ജാം ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം നമുക്ക് ഗാർഡനിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് കുറച്ച് ഓറഞ്ച് പറിച്ചുകൊണ്ട് വരാം, കൂടെ ഒരു ലെമൺ. വന്നിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ വേണം, എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഓറഞ്ച് പറിച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് ഓറഞ്ച് പറിച്ചെടുക്കാം. ആദ്യം ഒരു 4 ഓറഞ്ചിന്റെ ആവശ്യമുള്ള ഒരു കുറച്ച് പഴുത്ത ഓറഞ്ച് നോക്കിയിട്ടൊക്കെ പറിച്ചെടുക്കുവാണേ. ഇതൊക്കെ കണ്ടോ, നമ്മൾ പറിക്കുമ്പോഴേ ഊർന്നു പോരുന്നുണ്ട്. നമ്മുടെ ഓറഞ്ച് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ജാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ലെമണിന്റെയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. നമ്മുടെ ഇത്തവണത്തെ ലെമൺ ഒന്നും അധികം അത്ര ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി അങ്ങ് ഫ്രൂട്ട് നിറച്ച കിടപ്പുണ്ടായിരുന്നു. നമ്മളെ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞുകൊണ്ടായിരിക്കും അധികം ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ ഇലയിലൊക്കെ ചെറിയ എന്തോ അസുഖം വന്ന കണക്ക് ഇലകൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും കുറച്ച് ലെമണേ ഉണ്ടായിട്ടുള്ളൂ. ഏതായാലും നമുക്ക് ഒരു ലെമണിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്കത് പറിച്ചു. ഇനി നമുക്ക് ജാം ഉണ്ടാക്കാൻ പോകാം. അപ്പൊ നമ്മൾ ഓറഞ്ച് പറിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, കൂടെ ലെമണും ഉണ്ട്. ഞാൻ നിങ്ങളോട് 4 ഓറഞ്ച് എന്നാ പറഞ്ഞിരുന്നത് കേട്ടോ. 4 ഓറഞ്ചിന്റെ തൊലിയെ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി 6 ഓറഞ്ചിന്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. കുറച്ച് ജ്യൂസ് അധികം എടുക്കുന്നുണ്ട്. അപ്പം തൊലി നമ്മൾ 4 ഓറഞ്ചിന്റെ എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ജാം ഉണ്ടാക്കാൻ റെഡിയാകാം. അപ്പൊ ആദ്യം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. താഴെ വീണില്ല, നമ്മൾ മുകളിൽ നിന്ന് പറിച്ചെടുക്കുകയേ ചെയ്തുള്ളൂ. അപ്പം കഴുകി എടുക്കുമ്പോൾ എന്താ പറയാ, പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാ കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. കാരണം നമുക്ക് ഏതായാലും ഇതിൻ്റെ തൊലി ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ഓറഞ്ച് നമ്മൾ കഴുകി കഴിഞ്ഞു. നമുക്ക് ആ ലെമണും കൂടി ഒന്ന് കഴുകിയെടുത്ത് വെക്കാവേ. ആദ്യം നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കണ്ടേ. അപ്പം നമുക്ക് ഈ ഓറഞ്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം ആദ്യം. ഈ ഓറഞ്ച് ഞാൻ ആദ്യമേ നിങ്ങളെ കാണിച്ചു തന്നത് ഇത് നേവൽ ഓറഞ്ചസ് ആണ്. ഇതിന് സീഡില്ല, നല്ല മധുരമുള്ള ഓറഞ്ചുമാണ്. ഞാൻ സീഡില്ല എന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു സീഡ് കാണിച്ചു തരാം കേട്ടോ. ഒറ്റ ഒരു സീഡ്. നമ്മൾ വീട്ടില് എന്താ പറയണേ, വെറുതെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് ഉള്ള സമയത്ത് ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ലെമണൂടെ കട്ട് ചെയ്ത് എടുക്കാം. ഇതിന്റെ ജ്യൂസ് എടുത്ത് വെക്കണം. നാരങ്ങ എടുക്കുമ്പം ഇതിലെ കുരുവെല്ലാം മാറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഓറഞ്ചിന്റെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഇലക്ട്രിക് ജ്യൂസർ ഉണ്ട് ഇവിടെ. നിങ്ങൾ കേമാർട്ടിൽ നിന്ന് മേടിച്ച ജ്യൂസറാണ്. അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് ജ്യൂസ് എടുത്തെടുക്കാൻ പറ്റും. ഉണ്ട് അതിൻ്റെ ഉള്ളു കണ്ട, അതിൽ ഫുള്ള് നല്ലതുപോലെ ഫുള്ള് ജ്യൂസായി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഉള്ളിലുള്ള ഓറഞ്ചിന്റെ ഭാഗങ്ങളെല്ലാം മുകളിലായിട്ട് വരും. ജ്യൂസ് നമുക്ക് താഴെ എടുക്കാം. എനിക്ക് ഈ ഇലക്ട്രിക് ജ്യൂസർ ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നി. മറ്റേത് കണക്ക് നമുക്ക് അല്ല അതിന്റെ തൊലി മാറ്റി എടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിക്കുന്നതിൽ നല്ലത് ഇങ്ങനെ അങ്ങ് അടിക്കുന്നത്. പിന്നെ ഫൈബർ അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ന്യൂട്രി ബുള്ളറ്റിൽ ജ്യൂസാക്കി അടിച്ചെടുക്കും. അപ്പൊ നമ്മുടെ ജ്യൂസ് മുഴുവൻ പിഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വേസ്റ്റ് വന്നത് മാറ്റി വെക്കാവേ.
ഇത്രയും വേസ്റ്റ് ഉണ്ട്. പക്ഷെ ശരിക്കും നമ്മൾ ജാം ഉണ്ടാക്കുമ്പം ഇത് മറ്റേ കോട്ടന്റെ വൈറ്റ് തുണിയിൽ ഇങ്ങനെ കിഴി കെട്ടിയിട്ട് ഈ ജ്യൂസിന്റെ കൂടെ തിളപ്പിച്ചെടുക്കും. അപ്പൊ അതിന്റെ സത്ത് മുഴുവൻ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നമുക്ക് ഒത്തിരി ഓറഞ്ച് ഉള്ളത് കൊണ്ട് നമ്മൾ ലാവിഷായിട്ട് യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് ജ്യൂസ് ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പം ഞാൻ മറ്റേ ഓറഞ്ചിന്റെ തൊലിയും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നല്ല തൊലി നോക്കി ഒരു 4 ഓറഞ്ചിന്റെ ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 4 യൂസ് ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് വേസ്റ്റിലിടാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ പിശിരുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് എടുത്ത് കളയാവേ. നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് ചിരണ്ടി അങ്ങോട്ട് എടുത്താൽ മതി. അപ്പം ഈസി ആയിട്ട് ഇങ്ങ് പോരും. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും അങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം. ശരിക്കും ഈ ഓറഞ്ച് ജ്യൂസ് ആക്കാനും പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള സമയമുള്ള ജ്യൂസിൻ്റെ പെട്ടെന്ന് തന്നെയാകും. അതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ജാം റെഡിയാവും. കുറച്ച് ഉണ്ട്, ഒരു 30 തൊട്ട് 45 മിനിറ്റ് വരെ നമുക്ക് വേവിക്കേണ്ടി വരും. കാരണം ഈ തൊലി ഒന്ന് നല്ല പോലെ വെന്ത് കിട്ടണം. ഈ തൊലിയിലാണ് ശരിക്കും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നല്ല പോലെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഓരോ ഓറഞ്ചിന് 3 or 4 കഷ്ണമായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എന്നിട്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിങ്ങനെ എടുക്കാം. കട്ടി കുറഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഇത്രയും നല്ലതാണ്. കാരണം ആ ഓറഞ്ചിനകത്ത് കടക്കുമ്പോൾ വലുതായിട്ടാണെങ്കിൽ ചിലപ്പോൾ അതിനൊരു കടി വരും. പിന്നെ നമ്മൾ ഷുഗറിൻ്റെ സിറപ്പിൽ മുക്കുമ്പം തന്നെ ഇതിന് നല്ലപോലെ ആ ഷുഗർ സിറപ്പ് പിടിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈവൻ കട്ടിയാണെങ്കിലും കഴിക്കാൻ എളുപ്പമാണ്, പക്ഷെ ലുക്കിൽ എത്ര പോരാ. എന്തെങ്കിലും ഇങ്ങനെ വലുതായിട്ട് കിടക്കുമ്പോൾ പിള്ളേരാണെങ്കിലും നോക്കും ജാമിനകത്ത് എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന്. നമ്മൾ സാധാരണ മേടിക്കുന്ന ജാമിൽ ചിലപ്പോൾ ഈ റാസ്ബെറിയും അങ്ങനെയുള്ള ബെറീസിൻ്റെ ഒക്കെ മേടിക്കുമ്പം അതിനകത്ത് കിടക്കാറില്ലേ. ഓറഞ്ചിൻ്റെ മാർമലേഡ് മേടിക്കുമ്പം അതിലുണ്ട്, പക്ഷെ ജാമായിട്ട് മേടിക്കുമ്പോൾ യൂഷ്വലി കാണില്ല. കാരണം ജ്യൂസിൽ നിന്ന് തന്നെ ഒരു ജാമാക്കി എടുക്കും. നമുക്ക് തൊലിയും കൂടെ ഇട്ട് നല്ല ജാം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ തൊലിയും കൂടെ അങ്ങ് യൂസ് ചെയ്യുന്നത്. നല്ല നൈസായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടില്ലേ അങ്ങനെയാണേലും മുറിച്ചെടുക്കാം കേട്ടോ. കട്ടി കുറച്ചരിയണമെന്ന് മാത്രമേ ഉള്ളൂ. വലിയ തൊലിനെ ഞാൻ 4 ഇതായിട്ടാണ് മുറിച്ചെടുത്തത്. ഇതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ ഓറഞ്ച് മുഴുവൻ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവേ. അപ്പം നമ്മുടെ ജാം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ട് കഴിഞ്ഞു. അപ്പം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ജ്യൂസ് വേണം, പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പഞ്ചസാര. ഇവിടെ ഞാൻ 1 കിലോ പഞ്ചസാരയാണ്. അപ്പം 6 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, 4 ഓറഞ്ചിൻ്റെ തൊലി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ 1 ലെമണിൻ്റെ ജ്യൂസും. അപ്പം ഇത്രയൊക്കെ സാധനങ്ങൾ നമുക്ക് മതി. നമുക്ക് ജാം ഉണ്ടാക്കിയാലോ? അപ്പം നമുക്ക് ജാം ഉണ്ടാക്കാം. പാന് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് തിളയ്ക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ജ്യൂസ് വറ്റിപ്പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കണേ. ഒരു 30 മിനിറ്റോളം നമുക്ക് വേവിക്കേണ്ടി വരും. കാരണം ആ ഓറഞ്ചിൻ്റെ തൊലി നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടണം. പ്രത്യേകിച്ച് ഒന്നും ഇതിലിപ്പോൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് മൂടി വെച്ച് നമ്മൾ വേവിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് വേവിക്കാൻ വെച്ചത് എന്തായെന്ന് നോക്കാം. നല്ലപോലെ വെള്ളം വറ്റിയിട്ടുണ്ട്.
ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ ചെറുതായിട്ട് പിടിച്ചു വന്നിട്ടുണ്ടേ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് ജ്യൂസ് എല്ലാം നല്ലതുപോലെ വറ്റി. ഇപ്പം നമുക്ക് അത് കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴും സ്റ്റിൽ അത് അങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി നല്ല പോലെ വിട്ടുപോരും. അത് കണക്ക് നമുക്ക് നല്ല പോലെ വേവിച്ചെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഇളക്കി വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. നമുക്കിതൊന്ന് ഇളക്കി നോക്കിയിട്ട് ചായൊന്ന് നോക്കാവേ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഞെക്കി നോക്കുമ്പോൾ അത് നല്ലപോലെ പോരുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നാരങ്ങയും കൂടെ അതിനകത്തൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നതും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ഷുഗർ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഇട്ട ശേഷം ഇച്ചിരി വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഞാൻ ഇളക്കി നോക്കട്ടെ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഇട്ട്, കാരണം നമുക്ക് ആ ഷുഗറിൻ്റെ ആ പാനി ഉണ്ടല്ലോ നല്ലതുപോലെ ഒന്ന് കട്ടിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് ഒന്ന് കട്ടിയായിട്ട് വരണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പം ഞാൻ ആ ഷുഗർ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സാധാരണ നമ്മൾ വൈറ്റ് കളറിലുള്ള ഷുഗർ, അതായത് വൈറ്റ് ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ ആ ജാമിന് കളർ വരും. ഇതിപ്പോൾ ഒരു ഇച്ചിരി ഡാർക്ക് കളർ ആകും, കാരണം ബ്രൗൺ ഷുഗറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ആ ഷുഗർ ഒന്ന് മെൽറ്റ് ആവുന്നതൊന്ന് വെയിറ്റ് ചെയ്യാം. ഷുഗർ നമ്മൾ ഇട്ട് കഴിഞ്ഞ ശേഷം ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടിയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ ആ വെള്ളം എല്ലാം വറ്റിയിട്ട് നല്ല കട്ടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പരുവം കണ്ടോ, കാണാൻ പറ്റും. ഇനി ഇത് നമ്മൾ തണുപ്പിക്കാൻ വെക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. അതുകൊണ്ട് ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇടതടവില്ലാണ്ട് നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് പോകും. ഇപ്പം ഞാനിത് ഓഫ് ചെയ്യുവാണ്. ഗ്യാസ് ഓഫ് ചെയ്തൊരു ഇച്ചിരി നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പാനിലൊക്കെ നല്ല ചൂടില്ല, അപ്പം ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കട്ടിയാവും. അപ്പം നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി, രണ്ട് കുപ്പിയിലോട്ട് മാറ്റി എടുത്ത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ജാമ് നല്ല തണുത്ത് സെറ്റായിട്ടുണ്ട്. ഉണ്ടോ, ഈ പരുവാണേ. നമുക്കിത് രണ്ട് കുപ്പിയിലോട്ട് മാറ്റി വെക്കാം. ശരിക്കും നമ്മുടെ ഓറഞ്ച് ജാം എന്ന് പറയാൻ പറ്റില്ല, മാർമലേഡ് എന്ന് പറയാം. ജാം ആണെങ്കിൽ ഇപ്പം മാർമല മറ്റേ നമ്മുടെ തൊലി കണ്ടിച്ചതൊന്നും കാണൂല. പക്ഷെ മാർമലേഡിനകത്ത് നമ്മുടെ തൊലി അതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ ഈ ടോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ബൈറ്റ് കിട്ടും ഓറഞ്ചിൻ്റെ. പക്ഷെ നമുക്ക് ആ ഓറഞ്ചിൻ്റെ ആ തൊലിയുടെ ആ കയ്പ്പരസം നേരത്തെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പം കാണൂല. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? അപ്പം നമ്മുടെ ഓറഞ്ച് മാർമലേഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, 2 കുപ്പി ഓറഞ്ച് മാർമലേഡ് ഉണ്ട് കേട്ടോ. നമുക്കതൊന്ന് ടോസ്റ്റിലൊന്ന് തേച്ച് ഞാൻ കാണിച്ചു തരാം.
കറക്റ്റ് പരുവാകണ്ട. നമ്മൾ തേക്കുമ്പോൾ നല്ല പോലെ സ്പ്രെഡ് ആവുന്നുണ്ട്. പിന്നെ മാർമലേഡ് നമ്മുടെ ആ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ അത് കണക്ക് കിടപ്പുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് അത് നമ്മൾ കടിക്കുമ്പോഴാണേലും. കാരണം അതിൽ ഷുഗർ പറ്റി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ ഒരു ബൈറ്റ് കിട്ടും. അതും നല്ല ഷുഗറി ബൈറ്റാണ്. ഓക്കെ, അപ്പം നമ്മുടെ മാർമലേഡ് റെഡിയായി, ടോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് കഴിച്ചു നോക്കാം. അപ്പം ഞാൻ പറയും ഇതെങ്ങനെയുണ്ടെന്നേ. നല്ല എന്താ പറയാ, ആ ഓറഞ്ചിൻ്റെ തൊലി ഉള്ളതുകൊണ്ടാണ് നല്ല രസമുണ്ട് കഴിക്കാൻ. പിന്നെ നല്ല മധുരമുണ്ട് കേട്ടോ. 1/2 കിലോ പഞ്ചസാര അത് മതിയാവും. അപ്പം എല്ലാവരും ഓറഞ്ച് മാർമലേഡ് വീട്ടിലുണ്ടാക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പം പിള്ളേർക്കാണേലും ഇടയ്ക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. വൈറ്റമിൻ സി റിച്ചാണ്. കൂടാണ്ട് അവർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ടോസ്റ്റായിട്ട് നമുക്ക് ജാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല എത്രമാത്രം പ്രിസർവേറ്റീവ്സ് ഉണ്ട്, എത്ര നാളത്തേക്ക് അത് വെച്ചേക്കുന്നത്. ഈവൻ എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിലും നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം വിശ്വസിച്ച് പിള്ളേർക്ക് നമുക്ക് കഴിപ്പിക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യുക. ഇപ്പം നമ്മുടെ പിള്ളേർ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്, വലിയ കുട്ടി ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ മാർമലേഡ് കൊടുത്തു നോക്കാം. ഇവരെ ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. ധ്യാനിന് എത്ര പീസ് ടോസ്റ്റ് വേണോടാ? 1. No, 2, no 3. 3. Okay. 3. See, Mama made it. And make 3 scoops of marmalade. ഇത് നമുക്ക് അച്ചാച്ചനും അമ്മയ്ക്കും കൊണ്ട് കൊടുത്താലടാ ധ്യാനം നാട്ടിൽ പോകുമ്പോ. But how can we bring it to Achiche number 2? നമുക്ക് നാട്ടിൽ കൊണ്ട് പോകുമ്പോ കൊടുക്കാം. വേറെ ആദ്യം കഴിക്കുന്നേ. How was it, Dhyan? Yummy? Yes. Bite അടിച്ചേ. Can I get it then? Okay. How is it then, mate? Good. Yummy? Good, yeah. അടിപൊളിയാണോ? സൂപ്പർ ആയിരുന്നു. ഒരു ഇഷ്ടപ്പെട്ട രണ്ടാമതും മേടിച്ച് കഴിക്കുന്നുണ്ട്. ഈ ആഴ്ച കൊണ്ട് തീർത്ത് ധ്യാനം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ. ബൈ. Bye.